ഫ്രണ്ട്സ്, വെൽക്കം ടു സൈനൂസ് കിച്ചൺ. ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട മാംഗോ ഐസ്ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനാദ്യമായി ഒരു പാൻ എടുത്ത് പാനിലേക്ക് 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലൊഴിക്കണം. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1 കപ്പ് പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം, കട്ട കെട്ടാതെ ഇളക്കണം. നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചാൽ മതി. ഇനി അടുപ്പിൽ വെച്ച് ഇളം തീയിൽ കുറുക്കിയെടുക്കണം. ഫ്ലെയിം വളരെ നല്ല ലോ ഫ്ലെയിമിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചൂട് കൂടിയാൽ അത് കട്ട കെട്ടിപ്പോകും. ഏകദേശം ഒരു 3 മിനിറ്റ് ആകുമ്പോൾ ഇത് കുറുകാൻ തുടങ്ങും. അങ്ങനെ കുറുകുന്ന സ്റ്റേജ് ആകുമ്പോൾ ഒരു നല്ലപോലെ ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പഴുത്ത മാങ്ങ മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് 1 കപ്പ് മാങ്ങയുണ്ട്. വിപ്പിംഗ് ക്രീം കൂടി ചേർക്കുമ്പോഴാണ് ഐസ്ക്രീമിന് നല്ലൊരു ടെക്സ്ചർ ലഭിക്കുന്നത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് പൗഡർ, 3 ടേബിൾ സ്പൂൺ പാൽ എന്നിവ ഉപയോഗിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ച് നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. പാൽ നല്ല തണുത്തതായാൽ പെട്ടെന്ന് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. പഞ്ചസാര കൂടി ചേർത്ത് നല്ലപോലെ വീണ്ടും ബീറ്റ് ചെയ്യുക. ഇതിന് ഏകദേശം ഒരു 5 മിനിറ്റോളം എടുക്കും ഇങ്ങനെ വിപ്പിംഗ് ക്രീം റെഡിയായി കിട്ടാൻ. ഇപ്പോൾ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മാംഗോ പൾപ്പ് ചേർക്കാം. മാംഗോ പൾപ്പ് കൂടി ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യണം. മാംഗോ പൾപ്പ് വിപ്പിംഗ് ക്രീമിൽ ലയിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് കോൺഫ്ലവർ മിക്സ് ചേർത്ത് യോജിപ്പിക്കണം. ഇത് ബീറ്റർ ഉപയോഗിച്ച് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കണം. അതിന് ഒരു പാത്രത്തിലേക്ക് ഏതെങ്കിലും ഒരു അടപ്പുള്ള നല്ലതുപോലെ അടച്ച് വെക്കുന്ന ഒരു പാത്രത്തിൽ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഏകദേശം 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മാംഗോ ഐസ്ക്രീം ശരിയായ ടെക്സ്ചർ ലഭിക്കുകയുള്ളൂ. മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ ധാരാളമുള്ള സമയമല്ലേ, കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീം വളരെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല വിഭവമാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.